ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റിബൺ പക്കാവടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ 4 കപ്പ് പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇത് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. ഇതിലെ വെള്ളമെല്ലാം പോയി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഈ അരിയെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ബാക്കിയുള്ള റൈസും ഇതുപോലെ പൊടിച്ചെടുക്കുക. ഒരു അരിപ്പ് ഇതുപോലെ എടുത്തിട്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മാവിനെ ഈ അരിപ്പിലിട്ട് അരിച്ചെടുക്കാം. പൊടിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന മാവാണ്. ഈ മാവ് വറുക്കുകയൊന്നും വേണ്ട, പച്ചയ്ക്ക് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് കടലമാവ്. കടലമാവ് നല്ല ഇനം കടലമാവ് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, 4 ടേബിൾ സ്പൂൺ ഓയില്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പച്ച പെരിഞ്ജീരകം പൊടിച്ച് അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്. കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് വെള്ളത്തിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഈ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സോഡാപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. ഈ മാവിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടലമാവ് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചു കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കുഴച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലത്തെ അച്ച് വേണം. ഈ സൈസിലുള്ള അച്ചാണ് പക്കാവട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ അച്ചിനെ ഇതിനുള്ളിലേക്ക് ഇടാം. ആവശ്യത്തിനുള്ള മാവ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് ടൈറ്റ് ചെയ്യാം. ചട്ടി ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇതിനെ ഇങ്ങനെ ചുറ്റിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. പക്കാവട ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പക്കാവടയാണിത്. ഇതിന് മുകളിൽ കറിവേപ്പില ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.